शक्ति ने जो हमें दिया ना, उसी परिवार के नाते, उसी परिवार को बचाने के लिए हम लड़ रहे हैं और आखिर दम तक लड़ते रहेंगे, चाहे हमें मरना ही क्यों ना पड़ जाए। मरेंगे ना उस दिन जंतर मंतर पे ही मरेंगे। This is Vinesh Phogat. And Vinesh Phogat did something that people don't do. It's freestyle, so they can. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് അഭിമാനമായ പേര് വിനേഷ് ഫോഗട്ട്. നിങ്ങൾക്കറിയാം, റെസ്ലിംഗ് ഇവന്റിൽ ഫൈനൽസ് വരെ എത്തി. എന്നാൽ 100 ഗ്രാം തൂക്കം കൂടി എന്നുള്ള കാരണത്താൽ ഇപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആയ, എന്നാൽ ഇന്ത്യയുടെ അഭിമാന താരമാണ് വിനേഷ് ഫോഗട്ട്. സോ വാട്ട് ഇസ് ഹർ സ്റ്റോറി ടീച്ചേഴ്സ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിനേഷ് ഫോഗത്തിന്റെ സ്റ്റോറി. കഴിഞ്ഞ വർഷവും മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു റെസ്ലർ ആയിരുന്നു. കാരണം അവർക്ക് നേരെ ഉണ്ടായ ചില ഹരാസ്മെന്റുകൾ, ഇൻജസ്റ്റിസിനൊക്കെ എതിരെ ഫൈറ്റ് ചെയ്ത് മീഡിയയുടെ മുമ്പിൽ ഒരുപാട് കരഞ്ഞ് ഒരുപാട് പ്രൊട്ടസ്റ്റുകളൊക്കെ നടത്തി നമ്മൾ ന്യൂസിലൊക്കെ കണ്ട റെസ്ലർ ആയിരുന്നു. അന്ന് ഒരുപാട് പേര് അവരെ ട്രോൾ ചെയ്തു. കുറേ പേരൊക്കെ ആളെ സപ്പോർട്ട് ചെയ്തു, കുറേ പേരൊക്കെ അവരെ ട്രോൾ ചെയ്ത് അവരെ നെഗറ്റീവായി കണ്ട് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു ആള് കരയുന്നത്, അല്ലേ? മീഡിയയിൽ ആള് കരഞ്ഞ് ഒളിമ്പിക്സ് ആ ഇവൻറ്റിൻ്റെ അവിടെ വേദിയിൽ വീണ് കിടന്ന് കരയുന്ന ആളുടെ ഫോട്ടോയും നമ്മൾ കണ്ടു. പക്ഷേ അത് സന്തോഷത്തിൻ്റെ ആനന്ദാശ്രുവായിരുന്നു. കാരണം ഇത്രയൊക്കെ നടന്നിട്ടും വിനേഷ് ഫോഗട്ട് നെവർ ഗേവ് അപ്പ്. ആ പ്രശ്നങ്ങളൊക്കെ നടന്നു, ആ ഫൈറ്റൊക്കെ നടന്നു, ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്തു, അല്ലേ? കഴിഞ്ഞ വർഷം കരഞ്ഞത് വാസ് ദ ടിയേഴ്സ് ഓഫ് ഹരാസ്മെൻറ്റ്, വാസ് ദ ടിയേഴ്സ് ഓഫ് ഇൻജസ്റ്റിസ് ഒക്കെ ആയിരുന്നെങ്കിൽ ഈ വർഷം കരഞ്ഞത് സന്തോഷത്തിൻ്റെ, വിജയത്തിൻ്റെ ആനന്ദ കണ്ണീരായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. വിനേഷ് ഫോഗട്ട് വളരെ ഹമ്പിളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു റെസ്ലറാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അതും ഒളിമ്പിക്സ് എന്നുള്ളത് ഏതൊരു അത്ലറ്റിൻ്റെയും അൾട്ടിമേറ്റ് ഡ്രീം ആണല്ലോ. പക്ഷേ ഏഷ്യൻ ഗെയിംസ് ഒക്കെ പോലെയുള്ള ഒരുപാട് ഗെയിംസിൽ ഒരുപാട് മെഡലുകൾ വാങ്ങിച്ച ഒരു റെസ്ലറാണ് വിനേഷ് ഫോഗട്ട്. അതുപോലെ ഇവർ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഗെയിം വരെ എത്തിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് നീ സർജറി ഒക്കെ വന്നിരുന്നു, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നിരുന്നു, ഒരുപാട് ചലഞ്ചസ് വന്നിരുന്നു. പല രീതിയിലും അവർ ഒറ്റയ്ക്കാക്കപ്പെട്ടു, ഹരാസ് ചെയ്യപ്പെട്ടു. എന്നിട്ടും ഷീ നെവർ ഗേവ് അപ്പ്. സോ ഫൈനലി ഇപ്പം വിനേഷ് ഫോഗട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി എനിക്ക് ആ ഒളിമ്പിക് മെഡൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് അവർ എത്തിയ ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് ഷീ ഹാസ് റീച്ച് വേർ ഷീ ഹാസ് ടു റീച്ച്, അല്ലേ? അത്രയ്ക്കും വലിയൊരു വിക്ടറി ആയിരുന്നു അത്. നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ളത് എന്തുമാവട്ടെ. സോ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്? വിനേഷ് ഫോഗട്ടിൻ്റെ സ്റ്റോറി നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങളും ഇതുപോലുള്ള സ്റ്റേജിൽ കൂടെയല്ലേ കടന്നു പോകുന്നത്? നിങ്ങളുടെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രീതിയിലുള്ള സ്ട്രഗിൾസ്, ഒരുപാട് രീതിയിലുള്ള ചലഞ്ചസ് നമ്മൾ എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകും, അല്ലേ? ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. മോക്ക് ടെസ്റ്റ് എഴുതുമ്പം ക്ലാസ്സിലൊക്കെ നമ്മൾ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ റെഗുലറായിട്ട് ടൈം ടേബിൾ വെച്ച് ഉറക്കവും, അല്ലെ, എല്ലാം സാക്രിഫൈസ് ചെയ്ത് നമ്മൾ എണീറ്റിരുന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ വിചാരിച്ച പോലെ സ്കോർ കിട്ടുന്നില്ല. മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ മാർക്ക് കിട്ടുന്നില്ല. ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല. ക്ലാസ്സിൽ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഇനി അതൊന്നും അല്ലെങ്കിൽ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെ ചലഞ്ചസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, അല്ലേ? ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് ഈ കോഴ്സ് പഠിക്കാൻ മാനസികമായിട്ട് പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ ചുറ്റിലുമുള്ളവർ നമ്മളെ ചിലപ്പോൾ നെഗറ്റീവ് പറയുന്നുണ്ടാകും. അതായത് വേറെ എന്തെങ്കിലും കോഴ്സിന് പോയാൽ മതിയായിരുന്നു, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി ആവുന്ന കോഴ്സ് മതിയായിരുന്നു, ഈ MBBS തന്നെ എന്തിനാണ്, അല്ലെ എന്തിനാണ് നീറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സമയം കളയുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ആരോഗ്യം, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വരുന്ന ചില മാനസിക വിഷമങ്ങൾ, നമ്മുടെ ഫ്രണ്ട്ഷിപ്സിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ റിലേഷൻഷിപ്സിലുള്ള പ്രശ്നങ്ങൾ, നമ്മളെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാത്ത അവസ്ഥ, നമ്മുടെ പാരൻസ് ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് നമ്മളിങ്ങനെ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ സ്റ്റഡീസ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് മെൻ്റലി നമ്മൾ പീസ്ഫുൾ അല്ലാത്തത് കൊണ്ട്, നമ്മൾ റിലാക്സ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല. സോ വിനേഷ് ഫോഗട്ട് ചെയ്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോഴും മീഡിയയുടെ മുമ്പിൽ ഭയങ്കര ഫൈറ്റും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ നടന്ന സമയത്തും ഷീ വാസ് സ്റ്റിൽ പ്രാക്ടീസിങ്, ഷീ വാസ് സ്റ്റിൽ പ്രിപ്പയറിങ് ഫോർ ഹർ ഗോൾ, ഷീ നെവർ സ്റ്റെപ്ഡ് അവേ ഫ്രം ഇറ്റ്, അല്ലേ? പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു, പക്ഷെ ഒരു സൈഡിൽ ഷീ വാസ് സോ കൺസിസ്റ്റൻറ്റ്. അതിപ്പം വിനേഷ് ഫോഗട്ട് ഇത്രയും ഈ ന്യൂസിലൊക്കെ ഇത്രയും നിറഞ്ഞു നിന്ന് പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ ആയിട്ട് ഡു യു തിങ്ക് ഷീ വുഡ് ഹാവ് ഹാഡ് ദ മെൻറ്റൽ പീസ്? സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള മെൻറ്റൽ പീസ് ഉണ്ടായിട്ടുണ്ടാവും?
ഇല്ല അല്ലേ? പക്ഷേ ഷീ വെന്റ്. അപ്പം നമ്മളിത് തന്നെയല്ലേ ചെയ്യേണ്ടത്? നമുക്ക് ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള മൂഡ് ഉണ്ടാവില്ല, നമ്മുടെ മെൻ്റൽ പീസ് ഉണ്ടാവില്ല, നമുക്ക് പഠിക്കാനുള്ള നല്ല ആ ഒരു ഇത് ഉണ്ടാവില്ല നമുക്ക്. പക്ഷേ സ്റ്റിൽ പോവുക അല്ലേ? ക്ലാസ് ഓൺ ചെയ്യുക, ലൈവ് ക്ലാസ്സിൽ കയറുക, എന്തുമാവട്ടെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ബട്ട് ജസ്റ്റ് ഡോണ്ട് ഗിവ് അപ്പ്. Let it be one question a day, one NCERT page a day, okay, one small daily quiz a day. എന്തും ആയിക്കോട്ടെ, ഒരു ലൈവ് ക്ലാസ്സിൻ്റെ ഒരു ഭാഗമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ബി കൺസിസ്റ്റൻറ്റ് മൈ ചിൽഡ്രൻ. കൺസിസ്റ്റൻസി ഈസ് കീ. അത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും. അപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് എന്താ പറയുക, ഫാമിലിയുടെ പ്രശ്നമാണെങ്കിൽ നാളെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കാം, അത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം. നമ്മുടെ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ പെട്ടെന്ന് അലട്ടും. ഓക്കെ, നമ്മളെ അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ചെറിയ സില്ലി കാര്യങ്ങൾ, എസ്പെഷ്യലി ഓൺലൈനായിട്ട് പഠിക്കുന്ന മക്കൾക്കൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു അല്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ആ ഫോട്ടോ ലൈക്ക് ചെയ്യുന്നില്ല, അതിൽ കമൻറ്റ് ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. എനിക്ക് വരുന്ന മെസ്സേജസ് ആണ്, എന്നെ മാത്രം അവോയ്ഡ് ചെയ്യുന്നു അല്ലേ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ, അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ ഇടയിൽ ഉൾക്കൊള്ളപ്പെടാൻ വേണ്ടി കുറേ ഗ്രൂപ്പുകളിൽ ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സിമ്പിളായിട്ട് സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യുന്നത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ചിലത് നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ലൈഫ് അല്ലേ, നമ്മൾ കാണുന്ന എല്ലാവരുടെ ലൈഫും ഭയങ്കര നല്ല ലൈഫ്, ഭയങ്കര റിച്ച് ലൈഫ്, ഭയങ്കര പോഷ് ലൈഫ്, എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ നമുക്ക് മാത്രം എന്താ ഇങ്ങനെ, നമ്മൾ മാത്രം എപ്പോഴും ഈ ക്ലാസ്സും വെച്ച്, ഈ ക്വസ്റ്റ്യനും വെച്ച്, ഈ ബുക്കും വെച്ച്, DPPയും വെച്ച് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. സോ മൈ ചിൽഡ്രൻ, പ്ലീസ് ഡോണ്ട് ട്രസ്റ്റ് ഓൾ ദാറ്റ്. ബിക്കോസ് എല്ലാം നിങ്ങൾ കാണുന്ന കൺമുമ്പിൽ കാണുന്നത് മുഴുവൻ അല്ലെ, മീഡിയയിൽ കാണുന്നത് മുഴുവൻ സത്യമാണെന്നൊന്നുമില്ല. സോ ഇഫ് സംബഡി ഈസ് ഹാവിങ് എ ഗുഡ് ലൈഫ് ഓൾസോ വി വിൽ ലേൺ ടു അപ്രീഷിയേറ്റ്. നല്ലതാണ്, അവർക്ക് നല്ലതുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇവൻച്വലി മൈ ലൈഫ് വിൽ ഓൾസോ റീച്ച് ദെയർ. അതാണ് ഈ റെസ്ലറിൻ്റെ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ മീഡിയയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് വിഷമിച്ച ദിവസങ്ങളുണ്ടായിരുന്നു അല്ലേ, അവർ ഇൻസൾട്ട് ചെയ്യപ്പെട്ട ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാജ്യം മുഴുവൻ അവർക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു ദിവസം ഉണ്ടായില്ലേ? അപ്പം മക്കൾ അത് ഓർക്കുക. അതുപോലെ വിനീഷ് പൊഗത്തിൻ്റെ സ്റ്റോറിയിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ മീഡിയയിലൊക്കെ വന്നപ്പോൾ ഓൾവേസ് ഷീ ഹാഡ് ഹെർ സിസ്റ്റർ, ഹെർ ഫാമിലി, ഹെർ ഫ്രണ്ട്സ് സ്ട്രോങ്ലി സപ്പോർട്ടിങ് ഹെർ. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നൊന്നും ഉണ്ടാവില്ല. ബട്ട് വാട്ട് എവർ വി ക്യാൻ, ഇഫ് സംബഡി അറൗണ്ട് അസ് ഇസ് സ്ട്രഗ്ലിംഗ്, നമ്മുടെ ചുറ്റിലുള്ള നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, ആരെങ്കിലും, ഇഫ് ദേ ആർ ഗോയിങ് ത്രൂ നമ്മുടെ സിബ്ലിങ്സ് ആവാം അല്ലേ, ഇഫ് വി ഫീൽ ദേ ആർ ഗോയിങ് ത്രൂ സംതിങ് വെരി ബാഡ് ആൻഡ് ദേ നീഡ് യുവർ സപ്പോർട്ട്, പ്ലീസ് ഗിവ് ഇറ്റ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊരു ജെന്യുവിൻ റീസണിന് വേണ്ടിയിട്ടാണെങ്കിൽ വിൽ ഓൾസോ സപ്പോർട്ട് ദം, സോ ദാറ്റ് ടുമോറോ വെൻ ദേ സക്സീഡ് നമുക്ക് ആശ്വസിക്കാമല്ലോ. അവർ വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച ഒരു സമയത്ത് വി സപ്പോർട്ടഡ് ദം. ഓക്കെ, സോ മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീം, ബിക്കോസ് ഇറ്റ്സ് ടു ഏർലി. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വളരെ യങ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ഹോൾ ലൈഫ് ഫിഗേർഡ് ഔട്ട് ആവാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ആൻഡ് ഓൾസോ ഈ റെസ്ലറിൻ്റെ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് വി ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ് നോ മാറ്റർ വാട്ട്. നീറ്റ് പോലെയുള്ള ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. സോ പുറത്ത് എന്തും നടന്നോട്ടെ, എന്ത് ഇഷ്യൂസ് നടന്നാലും നമ്മളുടെ ഗോളിൽ നിന്നും നമ്മൾ ഡീവിയേറ്റ് ചെയ്യാതിരിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ചെറിയൊരു മെസ്സേജാണ് എല്ലാവരോടും വന്ന് പറയണം തോന്നി. ആൻഡ് ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. നമുക്കിനി ക്ലാസ്സസിൽ കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്.